ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ശരണ്യ സദൻ. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് മുടികൊഴിച്ചിലിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മുടികൊഴിച്ചിലിന് ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ദൈനംദിന ശീലങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമം, കാലാവസ്ഥ ഇവയൊക്കെ എന്താക്കുന്നുണ്ട്, മുടികൊഴിച്ചിലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മുടിക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറേ വൈറ്റമിൻസ് ഉണ്ട്. ആ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മുടികൊഴിച്ചിൽ വർദ്ധിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മളിൽ ഉണ്ടാവുന്ന ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, നമ്മൾ നല്ലോണം മുടി സംരക്ഷിക്കാത്തത്, ഇതൊക്കെ എന്താക്കുന്നുണ്ട്, മുടികൊഴിച്ചിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് രാസവസ്തുക്കൾ അടങ്ങിയ, അതായത് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടികൊഴിച്ചിൽ വർദ്ധിക്കാൻ കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഹോർമോണിൽ ഉണ്ടാവുന്ന വർധനവ്, അതായത് ഹോർമോൺ ചേഞ്ചസ്, അതായത് ഹോർമോൺ പെട്ടെന്ന് വർദ്ധിക്കുക, കുറയുക, ഇതിൻ്റെ ഒക്കെ കാരണമായിട്ട് മുടികൊഴിച്ചിൽ എന്താവുന്നുണ്ട്, കൂടാറുണ്ട്. പിന്നെ ചില വ്യക്തികളിൽ നിയന്ത്രിക്കാനാവാത്ത തരത്തിൽ ഈ മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അതിന് കാരണം പാരമ്പര്യമാവാം. അതായത് നമ്മൾ എന്തൊക്കെ തലയിൽ തേച്ചിട്ടും മുടികൊഴിച്ചിൽ നിൽക്കാത്തൊരവസ്ഥ, അത് ഒരു പക്ഷേ പാരമ്പര്യം കൊണ്ടാവാം. പിന്നെ തൈറോയിഡ് ഒക്കെ ഉള്ള വ്യക്തികളിൽ മുടികൊഴിച്ചിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പം ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് മുടികൊഴിച്ചിൽ സാധാരണയായിട്ട് വരാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആന്തരിക ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. മുടികൊഴിച്ചിലിനുള്ള സൊല്യൂഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.